കൊലപാതകങ്ങളും നിഗൂഢതകളും ലണ്ടൻ ടവറിൻ്റെ പ്രേതങ്ങൾ. കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ നിരവധി ക്രൂരമായ കൊലപാതകങ്ങൾ നടന്ന റോമിൽ വളർന്നതിനു ശേഷവും ഞാൻ സന്ദർശിച്ച ഏറ്റവും ഇരുണ്ട സ്മാരകങ്ങളിലൊന്നാണ് ലണ്ടൻ ടവർ. ആധുനിക കെട്ടിടങ്ങൾക്കിടയിലും നഗരത്തിൻ്റെ മിനുസമാർന്ന അമ്പരചുംബികൾക്കും അടുത്തായി കൗതുകകരമായി ടവർ സ്ഥിതി ചെയ്യുന്നു. സത്യത്തിൽ നിന്ന് അകലാൻ മറ്റൊന്നില്ല. രാജ്യദ്രോഹം, കൊലപാതകങ്ങൾ, വധശിക്ഷകൾ, ലണ്ടൻ ടവറിൻ്റെ ശിലാമതിലുകൾ എല്ലാം കണ്ടു. 1066 ഹേസ്റ്റിംഗ്സിലെ പ്രസിദ്ധമായ വിജയത്തിനു ശേഷം വില്യം ദി കോൺക്വറർ നിർമ്മിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ലണ്ടൻ മതിൽ എന്നറിയപ്പെടുന്ന വലിയ പ്രതിരോധ റോമൻ മതിലായിരുന്നു. ഒരു തടിക്കോട്ടയാണ് ആദ്യം സ്ഥാപിച്ചത്, എന്നാൽ പിന്നീട് 1079 ഒരു വലിയ ശിലാഗോപുരം, വൈറ്റ് ടവർ, അതിനെ പിന്തുടർന്നു. അത് പിന്നീട് ലണ്ടൻ ടവർ എന്നറിയപ്പെട്ടതിൻ്റെ ഹൃദയമായി മാറി. ഇത് ഒരു രാജകീയ വസതിയായും കോട്ടയായും സ്ഥാപിതമായെങ്കിലും ഈ സ്മാരകം മറ്റ് അതിശയിപ്പിക്കുന്ന നിരവധി വേഷങ്ങൾ ഏറ്റെടുത്തു. ഉദാഹരണത്തിന് 1204 ഇത് ഒരു രാജകീയ മൃഗശാലയായി സ്ഥാപിക്കപ്പെട്ടു. എന്നിരുന്നാലും ടവറിൻ്റെ കറുത്ത ഇതിഹാസത്തിന് കാരണം 2 വന്യമൃഗങ്ങളല്ല, രക്തം ആ സ്ഥലത്തെ നനച്ചുകുളിക്കുന്നു. ആൺമക്കളുടെ പാപങ്ങൾക്കായി അമ്മാർ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. 3 രാജ്ഞികളെ വധിച്ചു. 2 യുവരാജകുമാരന്മാരെ അവരുടെ അതിമോഹിയായ അമ്മാവൻ കൊലപ്പെടുത്തി. ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ലണ്ടൻ ടവർ എന്ന് കിംവദന്തി പറയുന്നു. അതിൻ്റെ ഇടനാഴികളിൽ കറങ്ങുന്ന 9 പ്രേതങ്ങൾ ഇതാ. ഉദാഹരണത്തിന് 1204 ഇത് ഒരു രാജകീയ മൃഗശാലയായി സ്ഥാപിക്കപ്പെട്ടു. എന്നിരുന്നാലും ടവറിൻ്റെ കറുത്ത ഇതിഹാസത്തിന് കാരണം 2 വന്യമൃഗങ്ങളല്ല, രക്തം ആ സ്ഥലത്തെ നനച്ചുകുളിക്കുന്നു. ആൺമക്കളുടെ പാപങ്ങൾക്കായി അമ്മാർ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. 3 രാജ്ഞികളെ വധിച്ചു. 2 യുവരാജകുമാരന്മാരെ അവരുടെ അതിമോഹിയായ അമ്മാവൻ കൊലപ്പെടുത്തി. ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ലണ്ടൻ ടവർ എന്ന് കിംവദന്തി പറയുന്നു. അതിൻ്റെ ഇടനാഴികളിൽ കറങ്ങുന്ന 9 പ്രേതങ്ങൾ ഇതാ. ആ പാവം ജീവികളോട് കാണിക്കുന്ന ക്രൂരതയുടെ പ്രതിധ്വനികൾ ഇന്നും കേൾക്കുന്നു. വാസ്തവത്തിൽ കരയുന്ന കരടിയുടെ പ്രേതം ജ്യുവൽ റൂമിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുന്നു, ഏതാണ്ട് ക്രൗൺ ജ്വല്ലുകളുടെ ഒരു സ്പെക്ട്രൽ ഗാർഡ് പോലെ.